നമസ്കാരം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ ഒരാളായ തിരുജ്ഞാന സമ്പന്നർക്ക് ഭഗവാൻ പൊൻതാളവും ശ്രീപാർവതി സ്വരവും കൊടുത്ത ക്ഷേത്രമെന്ന് പ്രസിദ്ധിയുള്ളതും കേൾവി സംസാര വൈകല്യങ്ങളുള്ളവർ ഈ ക്ഷേത്രം സന്ദർശിച്ച് വഴിപാടുകൾ ചെയ്താൽ നിശ്ചയമായും ഗുണമാകുമെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രശസ്ത ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு ഓസനായകി സമേത താളപുരീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിൽ സീർഗാഴിക്കടുത്ത് തിരുക്കോലക്ക എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ, ശബ്ദപുരീശ്വരർ, താളപുരീശ്വരർ, തിരുത്താളമുടിയാർ എന്നീ നാമങ്ങളിലും ശ്രീപാർവതി, ഓസൈകൊടുത്ത നായകി, അഭീത ഗുജാമ്പാൾ, ധ്വനിപ്രതാമ്പാൾ എന്നീ നാമങ്ങളിലും അനുഗ്രഹം ചൊരിയുന്നു. പ്രധാനമായും കേൾവിശക്തി കുറഞ്ഞവരും സംസാര വൈകല്യങ്ങളുള്ളവരും ഈ ക്ഷേത്രം സന്ദർശിച്ച് മുറയാംവണ്ണം വഴിപാടുകൾ ചെയ്താൽ അസുഖങ്ങൾ ഗുണമാകും എന്നതാണ് ഇവിടുത്തെ പ്രശസ്തി. കാവേരി നദിയുടെ വടക്ക് കരയിലുള്ള പ്രശസ്തമായ 274 ശിവക്ഷേത്രങ്ങളിൽ 15ാമത്തേതാണ് ശബ്ദപുരീശ്വരർ ശിവക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ തിരുജ്ഞാന സമ്പന്നരും സുന്ദരമൂർത്തി നായനാരും ഇവിടുത്തെ മൂലവരെക്കുറിച്ച് പതികം പാടിയിട്ടുണ്ട്. ശ്രീ പരമേശ്വരൻ തിരുജ്ഞാന സമ്പന്നർക്ക് പൊൻതാളം നൽകിയ പുണ്യക്ഷേത്രമാണിത്. തമിഴ്നാട്ടിലുള്ള കാവൽ എന്നവസാനിക്കുന്ന 5 ക്ഷേത്രങ്ങളെ പഞ്ചകാ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നു. അതിലൊന്നാണ് തിരുക്കോലക്കാവൽ എന്ന തിരുക്കോലക്ക ശബ്ദപുരീശ്വരർ തിരുക്കോവിൽ. മറ്റ് 4 ക്ഷേത്രങ്ങളാണ് തിരുവാനേക്കാവിൽ ജംബുകേശ്വരർ കോവിൽ, തിരുനെല്ലിക്കാവൽ നെല്ലിവനനാഥർ കോവിൽ, തിരുക്കുറക്കാവൽ കുണ്ടലകർണേശ്വരർ കോവിൽ, തിരുക്കോടിക്കാവൽ കോടീശ്വരർ കോവിൽ. ദേവേന്ദ്രൻ, സൂര്യദേവൻ, അഗസ്ത്യ മഹർഷി, കണ്ണുമുനി എന്നിങ്ങനെയുള്ള ദിവ്യരും സംഗീതത്രയങ്ങളായ ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ എന്നിവരും ഈ ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാന്റെ വരപ്രസാദം നേടിയിട്ടുണ്ട്. ദേവി മഹാലക്ഷ്മി ഇവിടെ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് ശ്രീമൻ മഹാവിഷ്ണുവിനോട് ചേർന്നതിനാൽ ഈ പ്രദേശം തിരുക്കോലക്ക എന്നറിയപ്പെട്ടു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. ശ്രീമുരുകന്റെ അവതാരമെന്ന് പറയപ്പെടുന്നതും മാതാ പാർവതിയിൽ നിന്നും 3ാം വയസ്സിൽ സീർഗാഴി ക്ഷേത്രത്തിൽ വെച്ച് ജ്ഞാനപ്പാൽ ലഭിച്ച കുഞ്ഞുമാണ് 63 നായന്മാരിൽ ഒരാളായ തിരുജ്ഞാന സമ്പന്നർ. സീർഗാഴിയിൽ നിന്ന് ആദ്യമായി സമ്പന്നർ വന്ന് ഭഗവാന്റെ മുന്നിൽ പതികം പാടിയ സ്ഥലമാണ് തിരുക്കോലക്ക ക്ഷേത്രം. തിരുജ്ഞാന സമ്പന്നർ തന്റെ കുഞ്ഞു കൈകൾ ചുവക്കെ കൈകൊട്ടി താളം പിടിച്ചുകൊണ്ട് ശിവഭഗവാനെ സ്തുതിച്ച് പതികം പാടി. കുഞ്ഞിന്റെ കൈകൾ വേദനിക്കുമോ എന്ന് വിചാരിച്ച് ഭഗവാൻ മനസ്സലിവോടെ നമശിവായ എന്ന് മുദ്രണം ചെയ്ത സ്വർണ്ണ ഇലത്താളം സമ്മാനിച്ചു. സ്വർണ്ണ ഇലത്താളമാണെങ്കിലും അതിന് ശബ്ദമുണ്ടായിരുന്നില്ല. അന്നേരം ശ്രീപാർവതി ഇലത്താളത്തിന് ശബ്ദം കൊടുത്തു. അങ്ങനെ ഭഗവാന് ശബ്ദപുരീശ്വരർ, തിരുത്താളമുടിയാർ എന്ന നാമവും ദേവിക്ക് ഓസൈകൊടുത്ത നായകി എന്ന നാമവും ലഭിച്ചു. തമിഴിൽ ഓസൈ എന്നാൽ ശബ്ദം. ക്ഷേത്രത്തിൽ പൊൻതാളവും പിടിച്ചു നിൽക്കുന്ന മനോഹരമായ സമ്പന്നരുടെ ഉത്സവമൂർത്തിയെ ഭക്തർക്ക് ദർശിക്കാം. സുന്ദരമൂർത്തി നായനാരുടെ തിരുമുറ പതികത്തിലും സമ്പന്നർക്ക് പൊൻതാളം ലഭിച്ചത് പരാമർശിക്കുന്നുണ്ട്. വേറൊരു ഐതിഹ്യം, ദേവേന്ദ്രനും സൂര്യദേവനും ഇടയിൽ ആർക്കാണ് ഏറ്റവും ഉയർന്ന പദവി എന്നൊരു തർക്കമുണ്ടായതിനെ തുടർന്ന് ഇരുവരും ദേവഗുരു ബൃഹസ്പതിയുടെ അടുത്തെത്തി അഭിപ്രായം ആരാഞ്ഞു. ദേവന്മാരുടെ രാജാവായതിനാൽ ദേവേന്ദ്രന് തന്നെ ഉയർന്ന പദവി എന്ന ഉത്തരം കിട്ടി. അതിൽ തൃപ്തനാവാതെ സൂര്യദേവൻ നാരദ മഹർഷിയുടെ അടുത്തെത്തി കാര്യം പറഞ്ഞു. നാരദ മഹർഷി ഭൂമിയിൽ കൊന്നവനം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്തെത്തി ശിവഭഗവാനെ തപസ് ചെയ്യാൻ സൂര്യദേവനോട് നിർദ്ദേശിച്ചു. സൂര്യൻ സൂര്യപുഷ്കരണി നിർമ്മിച്ച് ഭഗവാനെ തപസ് ചെയ്തു. ശ്രീ പരമേശ്വരൻ സൂര്യദേവന് ദർശനം കൊടുത്ത് ദേവേന്ദ്രന് അല്പം പോലും വിഷമമുണ്ടാക്കാതെ തന്നെ സൂര്യദേവന് നവഗ്രഹങ്ങളുടെ തലവൻ എന്ന പദവി കൊടുത്തു. ഇന്നും ഈ ഐതിഹ്യത്തിന്റെ ഓർമ്മയ്ക്കായി കാർത്തിക മാസം ഞായറാഴ്ചകളിൽ രാവിലെ 6-ന് സൂര്യപൂജയും പഞ്ചമൂർത്തികളുടെ എഴുന്നള്ളത്തും ക്ഷേത്രത്തിൽ നടക്കുന്നു. ചിത്രമാസത്തിൽ സീർഗാഴി സട്ടേനാഥർ ക്ഷേത്രത്തിൽ നടക്കുന്ന ജ്ഞാനപ്പാൽ തിരുവിഴയ്ക്ക് ശേഷം തിരുവാതിരയിൽ സമ്പന്നരുടെ ഉത്സവമൂർത്തിയെ പൂമ്പല്ലക്കിൽ പൊൻ ഇലത്താളം സ്വീകരിക്കാനായി ആനയിച്ചു കൊണ്ടുവന്ന് തിരിച്ച് സീർഗാഴിയിൽ കൊണ്ടാക്കുന്ന വൈഭവം നടക്കുന്നു. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ഭക്തരെത്തുന്നത് കേൾവിക്കുറവുള്ളവർക്കും സംസാര വൈകല്യങ്ങളുള്ളവർക്കും വേഗം അസുഖം ഗുണമാവുന്നു എന്നതിനാലാണ്. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് വരെ 600-ലധികം പേർ ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് അസുഖം മാറിയതായാണ് ക്ഷേത്ര അധികാരികളുടെ സാക്ഷ്യം. ജന്മന സംസാരശേഷിയില്ലാത്ത ഒരു ബാലന്റെ മാതാപിതാക്കൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ശേഷം കുഞ്ഞിന് സംസാരശേഷി കിട്ടിയതിനാൽ അവർ ഭഗവാന് 42 ഗ്രാം തങ്കത്തിൽ ഇലത്താളം സമർപ്പിച്ചതായാണ് വിവരം. വൈകല്യങ്ങൾ മാറാൻ ഭക്തർ ഇവിടെ ചെയ്യുന്ന പരിഹാര രീതി ഇതാണ്. കേൾവിക്കുറവോ സംസാരശേഷിയില്ലാത്തവരോ വിക്കൽ, കൊഞ്ഞൽ എന്നിങ്ങനെ വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ കുട്ടികളെയും കൊണ്ടുവന്ന് ഭഗവാന് അഷ്ടോത്തര അർച്ചനയും ദേവിക്ക് വാഗ്വാദിനി അർച്ചനയും ചെയ്ത് 2 ലിറ്റർ തേൻ ദേവിക്ക് സമർപ്പിച്ച് ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു തരുന്ന തേൻ ദിനവും രാവിലെ ശുദ്ധിയായി കുഞ്ഞുങ്ങളുടെ നാവിൽ തേച്ചു കൊടുക്കുന്നു. മടയിൽ വാളെപ്പായ് എന്ന് തുടങ്ങുന്ന സമ്പന്നരുടെ ദേവാരപതികം ദിനവും പാടിയാലും സംസാരശേഷി ലഭിക്കും എന്നതാണ് ഭക്തന്മാർക്കിടയിലുള്ള സംസാരം. 1500 വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന കിഴക്ക് ദർശനമായ ഓസനായകി സമേത ശബ്ദപുരീശ്വരർ തിരുക്കോവിലിൽ രാജഗോപുരമില്ല. മനോഹരമായ പ്രവേശന കവാടം മാത്രമാണുള്ളത്.
ചോഴർകാലത്ത് ചെങ്കല്ലിൽ നിർമ്മിച്ചിരുന്ന ഈ ക്ഷേത്രം നാട്ടുകോട്ടെ നഗരത്താറുകൾ പുനർനിർമ്മാണം ചെയ്തു. പ്രധാന കവാടം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ നന്ദി ഭഗവാൻ, പ്രധാന കരുവറയിൽ ശ്രീപരമേശ്വരൻ, താളപുരീശ്വരർ, ശബ്ദപുരീശ്വരർ, തിരുത്താളമുടിയാർ എന്നീ നാമങ്ങളിൽ സ്വയംഭൂ ശിവലിംഗമായി അനുഗ്രഹം ചൊരിയുന്നു. കേൾവി സംസാര വൈകല്യങ്ങൾ മാറ്റുന്ന ഈശ്വരനാണ് ഇവിടുത്തെ ഭഗവാൻ. സംഗീതത്തിൽ ഉയർച്ചയും സംഗീത അഭിരുചിയും ആഗ്രഹിക്കുന്നവർ ഈ ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമം. ഗണപതിയും സുബ്രഹ്മണ്യനും ദ്വാരപാലകരായി കാവൽ നിൽക്കെ ദേവി ഓസൈകൊടുത്ത നായകി തനിക്കോവിലിൽ തെക്ക് ദർശനമായി അരുൾ ചൊരിയുന്നു. ക്ഷേത്രത്തിൽ ആദ്യകാലത്തുള്ള അമ്മൻശില മഹാമണ്ഡപത്തിനടുത്തുണ്ട്. 2 ദേവിമാർക്കും ഒരേപോലെ വസ്ത്രം ചാർത്തണം എന്നതാണ് വിധിമുറ. ഭക്തർ സൂര്യപുഷ്കരണി തീർത്ഥത്തിൽ നീരാടി ദേവിയെ പ്രാർത്ഥിച്ചാൽ സംസാര കേൾവി വൈകല്യങ്ങൾ മാറി നല്ല വാഗ്ദോരണി ലഭിക്കും എന്നതാണ് വിശ്വാസം. അതേപോലെ ക്ഷേത്രത്തിലെ മഹാലക്ഷ്മിക്ക് 6 വാരം തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും മഞ്ഞൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സം മാറും എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ മുഖ്യദേവതകളെ കൂടാതെ അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ, അധികാരനന്ദി, സോമസ്കന്ദർ, സുബ്രഹ്മണ്യർ, മഹാലക്ഷ്മി, ശനീശ്വരൻ, ഭൈരവർ, സൂര്യൻ, വിനായകർ, ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, ബ്രഹ്മാവ്, ദുർഗ, നടരാജർ, ശിവഗാമി, തേയുലിംഗം, പഞ്ചലിംഗങ്ങൾ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം കൊന്നമരം. ഈ മരം 3ആയി പിളർന്ന് ത്രിമൂർത്തികളെ പോലെ നിലകൊള്ളുന്നു. ക്ഷേത്രതീർത്ഥം സൂര്യപുഷ്കരണി. ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം, കാർത്തിക, വിനായക ചതുർത്ഥി, നവരാത്രി, കന്തഷഷ്ഠി, ശിവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാസമയം രാവിലെ 7:30 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 8 മണി വരെ. പുലകളന്ത പെരുമാൾ കോവിലും ബ്രഹ്മപുരീശ്വരർ കോവിലും ഇവിടെ അടുത്താണ്. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ സീർഗാഴിയിൽ നിന്ന് 2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സീർഗാഴി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.